जिंदगी इवलाले दिमुनि मारी उल्लासമായി ഓളമായി ആകെ പുകിലായി നിന്നോട്ടവും കാട്ടലും എന്താ ഒരു ഭംഗി അത് കണ്ടാലാരും മാറും ഫനായി. എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന്റെ ആയുസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക, പ്രത്യേകിച്ച് സിനിമ കാണാൻ ഇഷ്ടമുള്ളവര് സിനിമ കണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുണ്ടാവുക. ഈ ചിരിച്ച് സിനിമ കാണുന്ന നമ്മൾ മലയാളികളോട് നിങ്ങൾ ആരുടെ സിനിമ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളക്കരയിലുള്ളവർ മാത്രമല്ല, ഈ ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളിയും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ജനപ്രിയ നായകന്റെ പേര് മാജിക് ഫ്രെയിംസ്. നമ്മുടെ ലിസ്റ്റും ചേട്ടനോടൊപ്പം നമ്മുടെ മലയാളികളുടെ ജനപ്രിയ നായകൻ ഒരുമിച്ച് കഴിഞ്ഞപ്പോ that was actually a magic, alle? Yeah, sure. And Rajakumar's family കൂടിയാണ്. So Prince and family is equally important as we are celebrating. ഇവിടെ ആഘോഷിക്കാനായി എത്തി നിൽക്കുകയാണെങ്കിൽ ഈ ആഘോഷത്തിന് നമുക്ക് ഒരു കൈയടി കൊടുത്താലോ എല്ലാവരും ഒരുമിച്ച്? യെസ്. So ladies and gentlemen, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം, നമസ്കാരം, സത് ശ്രീ അകാൽ, ആദാബ്. Time has taken us to the day. ഈ ഒരു ടീമിനെ തന്നെ നമുക്ക് ഒരു നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് let's start this wonderful celebration, a celebration of pride, a celebration of love, a celebration of Malayalam cinema. മലയാളികളുടെ സ്വന്തം നമ്മളെല്ലാവരും സിദ്ദിഖാന്നാണ് വിളിക്കുക. സിദ്ദിഖ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇപ്പോഴും സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ആണ് ദിലീപേടൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് മീ ഹാവ് ഓൺ സ്റ്റേജ് ജോണി ആന്റണി. സോ വെൽക്കം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് they are looking very good together, amazing, very good, fantabulous എന്ന് പറയുന്നത്. Please, it's a very humble request. തീർച്ചയായും നമ്മുടെ സിനിമയുടെ ബിന്ദുമാൻ ഇവിടെ കാണുമ്പോൾ എനിക്ക് സിനിമയിലെ കുറെ സീക്വൻസുകളാണ് എന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ ദിലീപേട്ടന്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഏറ്റവും അധികം സങ്കടം, ഇമോഷണലി ഒരുപാട് കണക്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഷീ ഈസ് സിറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ മഞ്ജു പിള്ള മാം, പ്ലീസ് നല്ലൊരു കൈ കൊടുത്തിട്ട് മഞ്ജു പിള്ള മാമിനെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ എഡിറ്റർ സാഗർ ദാസ് ആൻഡ് ഓൾസോ ഇൻവൈറ്റിംഗ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സനൽ ദേവ്. So very hearty welcome to the cast and crew. ഇനി തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പേര് കൂടി ഉണ്ട്. Very important people. ഇവിടെ നമുക്ക് മറ്റ് ഒരുപാട് പേര് സിനിമയുടെ ഭാഗമല്ലെങ്കിൽ പോലും, സിനിമയ്ക്കകത്തില്ലെങ്കിൽ പോലും they are also a part of this movie. So welcoming Vincy Aloysius and Grace Anthony. കവിത തിയേറ്ററിന്റെ ഓണർ സാജു സർ, വെരി ക്ലോസ് വിത്ത് ലിസൺ ജേർണലിസ്റ്റ്. ഒരു വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ സൗജന്യം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And also welcoming writer Abhilash sir. So please join us. And ഇന്ന് നമ്മളുടെ ഈ ഒരു ആഘോഷത്തിലേക്ക് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. സോ എല്ലാവരും വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സ്റ്റേജിൽ ഇത്ര സ്ഥലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കാത്തത്. സോ ഇനി നമുക്ക് രണ്ടുപേരും കൂടി ഉണ്ട്. അതൊന്ന് ഫ്രണ്ടിലേക്ക് കടന്നു വരുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു വിളക്കിന്റെ നാടകങ്ങൾക്ക് തുടക്കം കുറിക്കാം. And yes, we have the entire team of Prince and family and ഈ സിനിമ വിജയമാകാൻ കാരണമായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. Big thank you for that. And yes, ആദ്യത്തെ ഈ സിയാറിന്റെ തന്നെ കണ്ടിരിക്കുമ്പോൾ it gives a lot of pleasure, love and happiness. Yes. ആ ഒരു ആദ്യ തിരി നാളെ നമുക്കൊരു കൈയടി കേട്ടില്ല എല്ലാവരും ഒരുമിച്ച്. പിന്നിലേക്ക് ഇരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ഒരുമിച്ച് ആ തിരുനാളങ്ങൾ തെളിയിക്കാനായി റിക്വസ്റ്റ് ചെയ്യുന്നു.
Prince and family is taking Malayalam cinema, Malayalam film industry to new heights, to new greater heights. So this is truly a moment for all of us to be proud of. This is നമുക്ക് ഒരുപാട് പേരുടെ ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. So it's a very humble request. നിങ്ങൾ എല്ലാവരും ഈ സിനിമയുടെ ഭാഗമാണ്, ഈ സിനിമ വിജയമാകാൻ കാരണക്കാരായിട്ടുള്ളവരാണ്. So requesting ബാക്കിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വന്നാൽ എല്ലാവരും ഒരുമിച്ച് this is a family. As the name suggests, this is a family, Prince and family. Every time we are doing this, let's show love and support. And we are super happy to have Meenakshi here with us on stage. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ സച്ച് സെലിബ്രേഷൻ അതിൻ്റെ ഒരു ലാമ്പ് ലൈറ്റിംഗ് സെറമണിക്ക് വേദിയിൽ ഇത്രയും ആളുകൾ എത്തുന്നത് വളരെ റെയർ ആണ്. Yes, we have Janapriya Nayagan, Dileep Sodhya. Janapriya Nayagan, Dileep. പെട്ടെന്ന് ടെൻഷനായി പോയി. കാരണം എല്ലാവരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഫംഗ്ഷനിൽ നമുക്ക് ലാസ്റ്റാണ് മൈക്ക് കിട്ടാറ്. അപ്പോൾ ഇവിടെ പറയുണ്ടായി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത്. ദിലീപ് ഏട്ടൻ്റെ സിനിമ കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിയെന്നല്ല ഞാൻ പറയുന്നത്. ആ എൻ്റെ ചെറുപ്പക്കാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്തു പറയേണ്ട ഒരാളാണ് ദിലീപ് ഏട്ടൻ. ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ആത്മവിശ്വാസം ഇത് ഗംഭീരമാവും. അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ. കാരണം ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ. എനിക്ക് വേണ്ടി എന്താ പറയുക, ഷാരീസാണെങ്കിലും വിൻഡോയാണെങ്കിലും അവരാത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. പിന്നെ ഞാൻ ലിസ്റ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പേരുത്ത് എൻ്റെ സഹപ്രവർത്തകർ എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും. താങ്ക് യു. ഒരു ചെറിയൊരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ 1 പ്രാവശ്യം കാണും, 5 പ്രാവശ്യം കാണും. പക്ഷേ ഒരു സിനിമ 100 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇത് അത് പറയാനായിട്ട് ഒരേ ഒരു നായകനേ ഉള്ളൂ. ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ, ജനപ്രിയ നായകൻ ദിലീപ്. ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ വാഴ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ്ങാണ്. അപ്പൊ അതിലെ അടിത്തക്കയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടൻ ഇപ്പൊ പറയാൻ പറ്റുവാണെങ്കിൽ Thank you so much. ഞാൻ പോകട്ടെ. സമുദ്രം സുമുഖം
ഭസ്മഭൂഷിത ഉദസ്തനും ഹരിണ ചരവവും വൈകന്യവും പാസുഖി പരിവിശോഭിതം വിമല പക്ഷസുന്ദരയാമതം ചന്ദ്രശേഖര തെളിഞ്ഞുദാരണം അംബികേ ഭവ സദാശിവം. Can we have a very big round of applause once again for this talented actress here? And നമുക്ക് അറിയാം മലയാള സിനിമ എല്ലാ പ്രാവശ്യവും കഴിവുകളെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പുതുമുഖങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. And I doubt ഒരു പുതുമുഖമാണെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അതിശയത്തോടെയാണ് നോക്കിയിരിക്കുന്നത്. What a performance! എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ റാണിക്ക് ഒരു താങ്ക്സ്. ഇത്ര നല്ലൊരു പെർഫോമൻസ് നമുക്ക് മുമ്പ് കാഴ്ചവെച്ചതിന് റാണിക്ക് നന്ദി. ധാരാളം കുട്ടികളെ ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പം റാണിയുടെ ഒരു പെർഫോമൻസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനൊരു സന്തോഷം. സത്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഷ്ടപ്പാടുകൾ കൂടുമ്പോൾ സന്തോഷത്തിൻ്റെ മധുരം കൂടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എൻ്റെ ശാരീരത്തിനൊരു വാശിയായിരുന്നു പുള്ളിനെ സ്റ്റേജൊക്കെ കയറ്റുക എന്നുള്ളത്. ദിലീപേട്ടൻ എപ്പോഴും വിളിക്കുമെന്ന് വാ രേണു, പക്ഷേ പുള്ളി വരത്തില്ല. ഇതാണ് രണദിലെ ഈ സിനിമയുടെ ഛായാഗ്രഹൻ. ഈ സിനിമയെ ഇത്രയും മനോഹരമാക്കിയ രേണുചേട്ടന് എൻ്റെ നന്ദി. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. കാരണം ഞാൻ ഇവരെ വേദിയിലേക്ക് വിളിക്കുന്നത് ഇവരാരും അറിയില്ല. ഇവരുടെ എല്ലാം കഷ്ടപ്പാടുണ്ട് ഈ സിനിമയുടെ മുന്നിൽ. ഇവർ എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചു വന്നാണ്, പൈസയുടെ പുറകെ വന്നവരല്ല. ഇതാണ് സാഗർ ദാസ്. ഞങ്ങൾ ക്യൂൻ തൊട്ടുള്ള പരിചയമാണ്. അങ്ങനെ ആ സൗഹൃദം വളർന്ന് ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോൾ ഞാനും ശാരിസും കൂടി ചെയ്യുന്ന ഈ സിനിമയിൽ സാഗർ പങ്കാളിയായതാണ്. ഡബ്ബിംഗ് എഞ്ചിനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, വനിത എന്നാണ് ഗായത്രി അവകാശപ്പെടുന്നത്. അത് ഗായത്രിയാണ്, ഇവിടെ ഇരിപ്പുണ്ട്. ഗായത്രിയാണ് ഈ സിനിമയിൽ നമ്മളൊരു 5ഓ 6ഓ പേരെയൊക്കെയാണ് അറിയുന്ന ഫേസുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓഡിഷൻ ചെയ്ത് ആ ഏരിയയിലുള്ള ആളുകളൊക്കെ തോന്നുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ആക്ടറെ പോലെ പെരുമാറി ആ ഡബ്ബിങ് പൂർണ്ണമാക്കിയത് ഗായത്രിയാണ്. അതുപോലെ തന്നെ സൗത്ത് സ്റ്റുഡിയോയിലെ എല്ലാവർക്കും, ബാബു ചേട്ടനും റെന്നി ചേട്ടനും സൗത്ത് വിഷ്ണുവിനും സൗത്ത് സ്റ്റുഡിയോയിലെ എല്ലാവർക്കും, അതുപോലെ പ്രീമിക്സ് ആദ്യം ചെയ്ത അനൂപിന്. ഇനി നന്ദി പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാജകൃഷ്ണ സാറ്. രാജകൃഷ്ണ സാറാണ് ഈ സിനിമയുടെ ഫൈനൽ മിക്സിങ് ചെയ്തത്. ഈ സിനിമയെ ഈ കാണുന്ന ഒരു മനോഹരമാക്കിയെടുക്കാൻ രാജകൃഷ്ണ സാറിൻ്റെ എഫേർട്ട് വളരെയധികം സഹായം ചെയ്തു. രാജകൃഷ്ണ സാറ് ഒരു അടിപൊളിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആണ് ഇവിടെ എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടായത്. രാജസാറിനുള്ള നന്ദി ഒരിക്കലും മറക്കില്ല. രാജസാറിന് എൻ്റെ വലിയ നന്ദി. അതുപോലെ സിംഗ് സിനിമാസിലെ സച്ചിൻ ബ്രോയും ടീമുമാണ് നമ്മുടെ സിനിമയുടെ എഫക്ട്സ് ചെയ്തത്. അവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മൾ എത്രയോ വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് സിദ്ദിഖേട്ടൻ. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന ഒരു പയ്യൻ വന്ന് പറയുമ്പോഴും സിദ്ദിഖേട്ടൻ വളരെയധികം ശ്രദ്ധിച്ച് അവനിൽ നിന്ന് എന്തെടുക്കുക, അവൻ പറയണത് വളരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ക്ഷമയോടെ കേട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി സിദ്ദിഖേട്ടൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് മറ്റേ ഒരു പൂ ചോദിക്കുമ്പോൾ പൂക്കാലം തരുന്ന ആളാണ് സിദ്ദിഖേട്ടൻ. സിദ്ദിഖേട്ടനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ബിന്ദു ചേച്ചി ദിലീപേൻ്റെ അമ്മയുടെ റോൾ വളരെ മനോഹരമാക്കി. എൻ്റെ അമ്മ എന്നും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, 3 നേരം കഴിച്ചിട്ട് നിനക്ക് നന്നായിട്ടുണ്ട് അമ്മയെന്ന് ഒരിക്കലെങ്കിലും പറയാൻ മേലെന്ന് ആ ഡയലോഗ് പറഞ്ഞ ആളാണ്. വളരെയധികം ജാൻസിയായിട്ട് ജീവിച്ച ബിന്ദു ചേച്ചിക്ക് എൻ്റെ നന്ദി. എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി വന്ന മഞ്ജു ചേച്ചി, സഫിയത്ത എന്ന് പറയുന്ന റോള് ചെയ്ത് നമ്മളെ കഴിപ്പിച്ച, ചിന്തിപ്പിച്ച, നമ്മളെ സന്തോഷിപ്പിച്ച സഫിയത്തേക്ക്, എൻ്റെ സ്വന്തം സഫിയത്തേക്ക് നന്ദി. ഈ സിനിമ മനോഹരമാക്കിയതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഞാൻ ആരെങ്കിലും സമയമായെന്നവർ പറയുന്നുണ്ട്, പക്ഷെ ഇനിയൊരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന്. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ് ഇനിയിപ്പോൾ ഇതിൽ വിട്ടുപോകാനായിട്ട് ആരും ഉണ്ടാവില്ല. എണ്ണി എടുത്ത് ദിലീപേട്ട
ചെയ്ത എല്ലാവരെയും അദ്ദേഹം എടുത്ത് പറഞ്ഞു. So, നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. അല്ല, ഇതൊരു ഒന്നൊന്നര നന്ദി പറച്ചിൽ തന്നെയായിരുന്നു. എവിടെ തുടങ്ങിയ നന്ദി പറച്ചിലാണ് ഇത്രയും നേരം. പക്ഷെ ഇതില് ഏറ്റവും അടിപൊളി എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. കാരണം ഇത് എന്റെ മാത്രം വിജയമല്ല, എന്നോടൊപ്പം നിന്ന ഓരോരുത്തരുടെയും വിജയമാണ്. ഷാരിസ് മുഹമ്മദ്. So, നല്ലൊരു കൈ കൊടുക്കാം. And let us welcome ഷാരിസ് മുഹമ്മദ്. ഒരു ടീമിനെ എല്ലാവരും പേര് പറഞ്ഞില്ല, കാരണം ഇനി അവിടെ ചെല്ലേണ്ടതാണ്. മാജിക് ഫ്രെയിംസിലെ എല്ലാവർക്കും എൻ്റെ നന്ദി. ബിനുചേട്ടൻ, മാജിക് ഫ്രെയിംസിൻ്റെ എല്ലാവരും നമ്മളെ പണ്ടോട്ടെ ഒരു 3-4 വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരും എല്ലാവരും ഈ സിനിമ വിജയിക്കണമെന്ന് വളരെ ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ആളാണ്. ആ മാജിക് ഫ്രെയിംസ് ഫാമിലിക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ അധികാരിക്ക് മൈക്ക് കൊടുക്കും. So, thank you so much and over to ഷാരിസ് sir. ഷാരിസ് തുടക്കം തൊട്ട് എല്ലാവർക്കും നന്ദി പറയരുത്, സമയം കുറച്ചുള്ളൂ. 90 സെക്കൻഡിൽ നിർത്തും. അപ്പം അടിപൊളി. 90 സെക്കൻഡിൽ നിർത്തും, പേടിക്കണ്ട. ബിൻഡോയുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല, കാരണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബിൻഡോ വേറെ ആവുന്നത് അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പോയിട്ടില്ല, എല്ലാവരും സാക്ഷിയാണ്. ദിലീപേട്ടൻ കല്യാണത്തിനുണ്ട്, ഞാൻ പോയിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇദ്ദേഹം വേറെ ആളുടെ ആവുന്നത് എനിക്ക് സഹിക്കില്ലായിരുന്നു. അതാണ് സത്യം. പലരും ചോദിച്ചു ഞങ്ങൾ ഒരു പിണക്കമാണോ, ഒരു വിഷയമില്ല. മനസ്സുകൊണ്ട് ഓക്കെ, പക്ഷെ ശരീരം ആ ലിസ്റ്റിൻ ചേട്ടൻ്റെ എഫർട്ടാണ്. ഞങ്ങളൊന്നുമല്ല. ആരുമില്ലാത്ത സമയത്ത് ആരുണ്ടായിരുന്നോ അവരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത്. ആരുമില്ലാത്ത സമയത്ത് ആവുന്ന വിധം ഞങ്ങളത് ചെയ്തിരിക്കുന്നു. മാജിക് ഫ്രെയിംസിലുള്ള എല്ലാവർക്കും നന്ദി. 90 സെക്കൻഡിൽ 10 സെക്കൻഡിൽ പെട്ടെന്ന് എൻ്റെ കോറൈറ്റേഴ്സ് വന്നത് മനു, ഗോകുൽ, നിഖിൽ, സലീം, വേഗം വാ. എൻ്റെ പേര് ഇവിടെ എഴുതി വെക്കുമ്പോൾ ഒരു ഉളുപ്പില്ലാതെയാണ് ഞാൻ എൻ്റെ ഈ പേര് എഴുതി വെക്കുന്നത്. കാരണം ഇതിൽ ഓരോ ഡയലോഗും എന്നെ പോലെ തന്നെ മനഃപ്പാടമാക്കിയിട്ടുള്ള 4 കോറൈറ്റേഴ്സാണ് എൻ്റെ. ഗോകുൽ, മനു, സലീം, നിഖിൽ. ഇവൻ്റെ അടുത്ത് ഇതിൽ ഈ നിൽക്കുന്ന 2 പേരുടെയും ഓൺ പ്രോജക്റ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ചോരയിലും വേർപ്പിലും പടുത്തുയർത്തിയതാണ് സിനിമ. അതിനെ നശിപ്പിക്കാൻ നോക്കിയാൽ സമ്മതിക്കില്ല. 20 വർഷം മുന്നേ എഴുതിയത് ആരെക്കുറിച്ചാണ് എന്ന് കാലം തെളിയുന്നു. ഒരു വെറുപ്പിൻ്റെ മുന്നിലും സിനിമ പതറില്ല. 60ാം ദിവസത്തെ സക്സസ് സെലിബ്രേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പത്തിൻ്റെ ആദ്യം കണ്ടിട്ടുള്ള ഒരു 30 സെക്കൻഡ് വീഡിയോ ഉണ്ട്. ദിലീപേട്ടനെ കുറിച്ച് എനിക്കും ബിൻഡോക്കും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഞങ്ങളുടെ ട്രിബ്യൂട്ടാണ് ആ 30 സെക്കൻഡ്സ്. ആ 30 സെക്കൻഡ്സ് ഞങ്ങൾക്ക് തന്നെ എന്തൊക്കെ ഞങ്ങൾക്ക് സ്ട്രഗിൾ വരുമ്പോഴും ദിലീപേട്ടൻ്റെ മുഖമാണ് ഞങ്ങളുടെ ഊർജ്ജം. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തന്ന ദിലീപേട്ടൻ ഭയങ്കര സുന്ദരനായിരിക്കുന്നു. ഇപ്പോൾ മനസ്സ് സന്തുഷ്ടമാകുമ്പോൾ സുന്ദരനാകും. അപ്പോൾ അല്ല, അതിൻ്റെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നന്ദി ദിലീപേട്ട. ഐ ലവ് യു. ദിലീപേട്ടൻ്റെ കുടുംബത്തിനും ഓൾ ദ വെരി വിഷസ് തീർക്കുകയാണ്. മലയാള സിനിമ പ്രേക്ഷകന് സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. ഒന്നുകൂടെ പറയുന്നു, ഉറക്കെ പറയുന്നു, ഉറച്ചു പറയുന്നു. ബി ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ ഉണ്ട്, സിയാദ് കോക്കർ സാർ ഇവിടെ ഉണ്ട്. എല്ലാവരും നിൽക്കെ പറയുന്നു, വീണ്ടും പറയുന്നു, ഉറച്ചു പറയുന്നു. മലയാള സിനിമ പ്രേക്ഷകന് സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. റിയാസ് ഭായ് താങ്ക് യു. ദിലീപേട്ടൻ്റെ ഫാൻസുകാർക്കും താങ്ക് യു. എവരി വൺ താങ്ക് യു. ദിലീപേട്ടൻ ഷോ ആണെന്ന് കൂട്ടിക്കോ, പക്ഷെ ഒന്ന് ഹഗ് ചെയ്യും. താങ്ക് യു. നിർത്താണ്, ഇത്തിരി കൂടിപ്പോയി. താങ്ക് യു. 90 സെക്കൻഡിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു, ഓ മൈ ഗോഡ് വാട്ട് എ മൊമെന്റ് ഇറ്റ് ഈസ്. അല്ല, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതായത് മലയാള സിനിമയിൽ ഒരു ന്യൂജൻ മലയാള സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപടി സന്തോഷം കൂടുതലുണ്ട് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചതിൽ. കാരണം ഈ സിനിമയിൽ മറ്റ് സിനിമകളിലൊക്കെ എഫോർട്ടുണ്ട്. ഈ സിനിമയിൽ ഞങ്ങളുടെ ടീമെല്ലാം ഒരു ഡബിൾ എഫോർട്ട് എടുത്തതിൻ്റെ ഒരു സന്തോഷവും അത് ഈ 60ാം ദിവസം ഇപ്പം മുമ്പ് മൊമെൻ്റോ കൊടുക്കുമ്പോൾ തന്നെ ഇവൻ പറഞ്ഞിരുന്നു 73 ദിവസമായിട്ട് കളിച്ചവരുണ്ട്. അപ്പം എന്തുകൊണ്ടിട്ടാണ് ഈ ഡേയ്സ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ പറയും 25 റൺസിന് ജയിച്ചു അല്ലെങ്കിൽ 43 റൺസിന് ജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ഈ ഡേയ്സ് വെക്കുന്നത്. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നവരുമുണ്ട്,
കണ്ടിന്യൂ ചില അപ്പോൾ OTT വരുമ്പോൾ അറിയാം, അതായത് സംഘടനകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിർത്തേണ്ടതായിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഉള്ള നിർമ്മാതാക്കളെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ നിർമ്മിക്കുന്നത്. ബിസിനസ്സുകളെല്ലാം ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളൊക്കെ കണ്ടന്റിൽ മാത്രം വിശ്വസിച്ചാണ് സിനിമകൾ ഇറക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഈ ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ നമ്മൾ റാണിയുടെ ഡാൻസ് കണ്ടു. ഞാൻ റാണിയെ നമ്മൾ ഈ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഈ ഫംഗ്ഷനിൽ അറിയാമല്ലോ, ഇപ്പം ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കരമായിട്ട് പൈസ ചാർജ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ റാണിയെ തന്നെ ഞങ്ങൾക്ക് പ്രിൻസ് ഫാമിലിയുടെ ഭാഗമായിട്ട് ഈ ഡാൻസ് കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ കഥ പറഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എക്സ്പെൻസ് ഇല്ലാതെ റാണിയ ഈ നൃത്തം ചെയ്തു തന്നു. അപ്പം താങ്ക്സ് ടു റാണിയ. മാജിക് ഫ്രെയിംസിൻ്റെ ഈ ഒരു എന്താ പറയുക, ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ എന്നെ ഒരു രീതിയിൽ അല്ലെ വേറൊരു രീതിയിൽ സഹായിക്കുന്ന എല്ലാ സ്റ്റാഫുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ സിനിമയൊക്കെ നിങ്ങൾക്കറിയാം വലിയ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 50 രൂപയുടെ പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്കി 40 രൂപ തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കും ഒക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പൈസയൊക്കെ കടമെടുത്തിട്ട് സിനിമ നിർമ്മിക്കും. കാരണം എൻ്റെ ഒരു പ്രാർത്ഥനയും കൊണ്ട് മാത്രം സിനിമ ഓടത്തില്ല. ആ ബാക്കി കാശ് തരുന്നവരുടെയും കൂടെ പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് സിനിമ ഓടുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടിട്ടാണ് മറ്റുള്ളവരെന്നൊക്കെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വായ്പയൊക്കെ വാങ്ങുന്നത്. സോ അവർക്കും ഈ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിച്ചുകൊണ്ടിട്ടും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പടം ഹിറ്റാകാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകൾ എന്തായാലും ക്രിസ്ത്യൻ്റെ ആർമി സ്ട്രോങ് ആർമിയാണ്. സ്ട്രോങ് കൊള്ളാം. എല്ലാവരോടും നമസ്കാരം. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ വന്നിരിക്കുന്നത്. ഞാൻ അഭിനയിച്ചൊരു സിനിമ തിയേറ്ററിൽ 60 ദിവസം പിന്നിട്ടെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ചും ഈ ഒരു ഫംഗ്ഷന് വരാനുള്ള കാരണം എൻ്റെ ഒരു സഹോദരനായ ലിസ്റ്റിൻ ഷീഫും അതേപോലെ തന്നെ ഗിരി. ഈ പടത്തിൻ്റെ ഒരു സക്സസ് വെറുതെ ഒരു ആഘോഷം എന്നുള്ള നല്ലൊരു സിനിമയാണ്. ഞാൻ കണ്ടതാണ്. ഞാൻ ലിസ്റ്റിനോട് ഈ റിലീസിനോടനുബന്ധിച്ച് എൻ്റെ പല കാര്യങ്ങളും ഈ സിനിമയുടെ കളക്ഷനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് വലിയൊരു ഹോപ്പാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഗരീബിനും ഇങ്ങനെ ഒരു പടത്തിൽ ഇങ്ങനൊരു സക്സസ് വരേണ്ട ഒരു ആവശ്യമായിട്ടാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ഇതിലുമായിട്ടുള്ളത്. ആ ബന്ധത്തിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സക്സസ് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. ഞാൻ ലിസ്റ്റിനെ കുറിച്ച് പറയാത്തതുകൊണ്ടാണ് അവൻ ഓടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിസ്റ്റിൻ്റെ എനിക്ക് നിങ്ങൾക്ക് പല ക്വാളിറ്റി ലിസ്റ്റിനെ കാണും. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ലിസ്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വിനയാന്വിതനാണ് ലിസ്റ്റിൻ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു ഒരു ആവറേജ് ബുദ്ധിക്കാരനാണ് എന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ലിസ്റ്റിൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫെസ്റ്റിവലാണെങ്കിൽ ഉണ്ണിയേട്ടൻ എന്നെ ബാൻ ചെയ്തതിനെ പറഞ്ഞു. ഫെസ്റ്റിവൽ അങ്ങനെ ആരെയും ബാൻ ചെയ്യാറില്ല. മലയാള സിനിമയിൽ ആരൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന പവർ ലോബി ലിസ്റ്റിൻ്റെ ആണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതൊക്കെ സുഹൃത്താണ് ലിസ്റ്റിൻ. ട്രാഫിക് ചെയ്യുമ്പോൾ വളരെ ചെറുപ്പക്കാരനായി വന്ന് മലയാള സിനിമയുടെ വ്യാകരണമായിട്ടൊരു സിനിമ നിർമ്മിച്ച ആളാണ് ലിസ്റ്റിൻ. വിജയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ലിസ്റ്റിനെ കൂടുള്ളവർ തുടർച്ചയായി സിനിമ ചെയ്താൽ തെറ്റയിലുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നത്. വളരെ നന്ദി, സന്തോഷം. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഷാനിത്ത് പറഞ്ഞത് സിയാദുക്കാരുടെ പേര് പറഞ്ഞു, ബി ഉണ്ണികൃഷ്ണനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സംഘടനകളുടെ പേരല്ല ഉദ്ദേശിച്ചത്, ചില റിവ്യൂ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ സംഘടനയുടെ കാര്യമൊന്നുമല്ല. അദ്ദേഹം എൻ്റെ പേരെടുത്ത് പറഞ്ഞ കാര്യം എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതിന് അത്രയും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഒരു പ്രശ്നമില്ല. മാജിക് ഫ്രെയിംസിന്റെ 2 സിനിമകളുടെ ഭാഗം ഞാനായിട്ടുണ്ട്. അതുകൊണ്ട് മാജിക് ഫ്രെയിംസ് ആയിട്ടുള്ള സൗഹൃദം
വളരെ നല്ല മെമ്മറീസ് വന്നിട്ടുണ്ട് എനിക്ക്. ഈദി എന്ന് പറഞ്ഞൊരു ചിത്രത്തിലും ഭാഗമാകാൻ പറ്റി. ഇപ്പം അവർ ആക്സൻസ് എന്ന സിനിമയിലെയും ഭാഗമാകാൻ പറ്റി. മിസ് നേത, കൺഗ്രാറ്റുലേഷൻ. ഈ ജിന്ദഗി ജിന്ദഗി ഇവലാലെ അടിമുടി മാറി ഉല്ലാസമായി ഓളമായി ആകെ പുകിലായി നിന്നോട്ടവും കാട്ടലും എന്താ ഒരു ഭംഗി അത് കണ്ടാലാരും മാറും ഫനായി ഓമലായി മുന്നിൽ തെളിയേ ഓമന